തൃശൂർ കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് 2 പേർ മരിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികളായ രൂപൻ, രാഹുൽ എന്നിവരാണ് മരിച്ചത്. കെട്ടിടത്തിനടിയിൽ കുടുങ്ങിയ ഒരാളെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇന്നലെ പെയ്ത ശക്തമായ മഴയ്ക്ക് പിന്നാലെ ഇന്ന് പുലർച്ചെയാണ് തൊഴിലാളികൾ താമസിച്ചിരുന്ന കെട്ടിടം തകർന്നു വീണത്. നടരാജ പരശുറാം വിവരങ്ങൾ നൽകും. നടരാജ, കാണാതായ ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണോ ഇപ്പോൾ അവിടെ നടന്നു വരുന്നത്? ദിവ്യ, ഇന്ന് രാവിലെയോടുകയായിരുന്നു അപകടം. 5:30 കൂടിയാണ് ഏതാണ്ട് നഗരമധ്യത്തിലുള്ള കെട്ടിടം നിലം പൊത്തിയത്. കെട്ടിടം ഭാഗികമായി തകർന്ന നിലയിലാണ്. ഏതാണ്ട് 17ഓളം തൊഴിലാളികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്ന കെട്ടിടമാണ്. ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും പുറത്തെടുത്ത് കൊണ്ടുപോയ 2 പേർ മരിച്ചു എന്നാണ് അല്പസമയം മുമ്പ് സ്ഥിരീകരിച്ചത്. പശ്ചിമബംഗാൾ സ്വദേശികളായ രൂപൻ, രാഹുൽ എന്നിവരാണ് മരിച്ചത്. ഇവിടെ പല ജോലികളിൽ ചെയ്തിരുന്ന തൊഴിലാളികളായിരുന്നു ഇവർ. ഒരാൾ കൂടി ഇവരുടെ സംഘത്തിൽപ്പെട്ട അലീം എന്ന ഒരാളെ കൂടി കാണാനുണ്ട്. അദ്ദേഹം മണ്ണിനടിയിലുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അദ്ദേഹത്തിനായുള്ള തിരച്ചിൽ വ്യാപകമാണ്. ദൃശ്യത്തിൽ അദ്ദേഹത്തെ ലൊക്കേറ്റ് ചെയ്തതിനു ശേഷം ഉദ്യോഗസ്ഥർ അവിടെ എത്തി പരിശോധന നടത്തുന്നതാണ് കാണുന്നത്. അദ്ദേഹത്തെ ഇനി പുറത്തെടുത്തിട്ടില്ല. ആ ഭാഗത്ത് അലീം ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ സ്ട്രക്ചറുകൾ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. ആംബുലൻസ് തയ്യാറാണ്. അലീമിനെ പുറത്തെടുക്കുന്ന പക്ഷം ഉടൻ തന്നെ അദ്ദേഹത്തെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. രാവിലെ അല്പസമയം മുമ്പാണ് ആദ്യം രൂപനെ കണ്ടെത്തിയത്. ചലനമറ്റ നിലയിലായിരുന്നു രൂപനെ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചുവെന്ന് ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുകയായിരുന്നു. അല്പസമയം മുമ്പാണ് രാഹുലിനെ കണ്ടെത്തിയത്. രാഹുൽ അദ്ദേഹത്തെ കണ്ടെത്തുമ്പോൾ ശ്വാസമുണ്ടായിരുന്നു, ശ്വസിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത്. പക്ഷേ അല്പസമയം മുമ്പ് ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് അദ്ദേഹവും മരിച്ചു എന്നാണ്. 2 മരണമാണ് രാവിലെ ഈ കെട്ടിടം നിലംപൊത്തിയതിൽ സംഭവിച്ചിരിക്കുന്നത്. 3ാമത്തെ ആൾക്കായുള്ള തെരച്ചിൽ നടക്കുന്നു. അദ്ദേഹത്തെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പഴക്കം ചെന്ന കെട്ടിടമാണിത്. പ്രദേശവാസികൾ പറയുന്നത് വർഷങ്ങളുടെ പഴക്കം ഈ കെട്ടിടത്തിനുണ്ടെന്നാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവർ താമസിച്ചിരുന്നത്. കെട്ടിടത്തിന്റെ മറുഭാഗത്ത് ടാർപോളിനൊക്കെ തന്നെ കെട്ടിവെച്ചിരുന്നത് കാണാം. മഴയെ തടുക്കാനാണ് കെട്ടിയിരുന്നത് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ഏറെക്കാലം മഴ ഈ കെട്ടിടത്തിൽ പതിച്ചിരുന്നു. അതിന്റെ ഈർപ്പം ഇതിന്റെ ഭിത്തികളിൽ ഉണ്ടായിരുന്നു എന്ന് കരുതേണ്ടി വരും. എന്തായാലും കഴിഞ്ഞ ദിവസം ശക്തമായ മഴയാണ് കഴിഞ്ഞ 2 ദിവസമായി തൃശ്ശൂർ ജില്ലയിൽ പെയ്യുന്നത്. കൊടകര, പുതുക്കാട്, ചാലക്കുടി, ആമ്പല്ലൂർ തുടങ്ങിയ മേഖലകളിൽ നിർത്താതെ മഴ പെയ്തിരുന്നു. അതിൻ്റെ കൂടി ഒരു ഫലമെന്ന നിലയിലാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായത്. എന്തായാലും ഒരാളെ കൂടി കണ്ടെത്തി. അതെ, ദൃശ്യങ്ങളിൽ കാണാം ദിവ്യ. 3ാമത്തെ ആളെ കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ സ്ട്രെച്ചറിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തുന്നു. 3ാമത്തെ ആളെ കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. മണ്ണിനടിയിൽ നിന്നാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്. അദ്ദേഹത്തെ ഉടൻ തന്നെ സ്ട്രെച്ചറിലേക്ക് മാറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ദിവ്യ, ദൃശ്യങ്ങളിൽ കാണാം. ഈ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയ ഒരാളെ കൂടി കണ്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നടരാജ്, എന്തായാലും ഇനിയും മറ്റാരെങ്കിലും അല്ലെങ്കിൽ കൂടുതൽ പേർ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി കരുതുന്നുണ്ടോ? ദിവ്യ, 3 പേർ കെട്ടിടത്തിന് അടിയിൽ കുടുങ്ങിയിരുന്നു എന്ന കാര്യം നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതാണ്. ഇവർക്കായുള്ള തെരച്ചിലാണ് ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നത്. മറ്റു കൂടുതൽ ആളുകൾ കെട്ടിടത്തിനടിയിൽ കുടുങ്ങിയിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത്. കാരണം ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ, തൊഴിലാളികൾ, ഇവരാണ് പുറത്തു വന്ന ശേഷം തങ്ങളുടെ കൂട്ടത്തിൽ 3 പേരെ കാണാനില്ല എന്ന കാര്യം ഉദ്യോഗസ്ഥരോടും നാട്ടുകാരോടും പറഞ്ഞത്. ഉടൻ തന്നെ ഈ 3 പേർക്കായുള്ള തിരച്ചിൽ തുടരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെ ജോലി ചെയ്തിരുന്നവർ പുറത്തു വന്നിരുന്നു. അവർ മറ്റുള്ളവരെ കാണാതായ കാര്യമൊന്നും പങ്കുവച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അധികൃതർ അനുമാനിക്കുന്നതും അറിയിക്കുന്നതും 3 പേരെ കാണാതായെന്നാണ്. ഇപ്പോൾ അവരെ